എന്നെ കേൾക്കുന്ന ദൈവജനമേ, വീണ്ടും സ്നേഹപ്രണാമം. ദൈവവചനത്തിൻ്റെ ധ്യാനം, അതിൻ്റെ സൗന്ദര്യം, ഒത്തിരി ഉത്തരങ്ങൾ നാം അതിന് നൽകാറുണ്ട്. ദ വേർഡ് ഓഫ് ഗോഡ് ഷുഡ് ബി അവർ മിസ്റ്ററി. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മമായി മാറണം. ദ വേർഡ് ഓഫ് ഗോഡ് ഷുഡ് ബി അവർ മെമ്മറി. ദൈവവചനം ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ നിലനിൽക്കണം. ഓർമ്മയും മർമ്മവുമായി, മിസ്റ്ററിയും മെമ്മറിയുമായി ജീവിത വഴികളിൽ തമ്പുരാൻ്റെ തിരുവചനം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമുഖമൊന്നും ദീർഘിപ്പിക്കാതെ ഈ രാത്രിയുടെ വചനധ്യാനത്തിലേക്ക് എൻ്റെ എല്ലാ കേൾവിക്കാരെയും വളരെ സ്നേഹപൂർവ്വം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൽ ആലോചന ചോദിച്ച് ക്ഷണിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 3-4 വാക്യങ്ങളാണ് ഈ രാത്രിയുടെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുക. ശീമോൻ പത്രോസ് അവനോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു, ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. സഹോദരങ്ങളെ, തിബരിയോസ് കടലിൻ്റെ തീരത്ത് സന്ധ്യമയങ്ങിയ നേരം ഉണ്ടായൊരു സംഭവ വികാസമാണ്. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാതെ വിഷാദമുഖമായ മനസ്സോടെ ഒറ്റപ്പെട്ട് മുറിയടച്ചിരിക്കുന്ന കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാർ, സംഘത്തലവൻ കൂടെയിരിക്കുന്ന 6 പേരോട് ചോദിക്കുന്നു, ഈ മുഷിവ് മാറ്റാൻ ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. അല്ല, ജീവിതത്തിൻ്റെ പഴയ വഴികളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. എന്നോടുകൂടെ പോരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു, ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ പടകിങ്ങനെ തിബരിയാസിൻ്റെ തിരമാലകളെ ചുംബിച്ച് ആ രാത്രി അലയുമ്പോൾ, തുടർന്നുള്ള വേദഭാഗമാണ് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഈ രാത്രിയുടെ വിഷയം അതാണ്. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ രാവിൻ്റെ വചനം, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി, വെറുതെ തോണിയുമായി അവരുഴറുമ്പോൾ, ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ. ഇടത്തും വലത്തും മാറി മാറി വീശിയ ഒരു രാത്രിയുടെ ഗദ്ഗതങ്ങൾ. ആ രാത്രിക്ക് മീതെ വിഷാദമായ ഒരു മേഘം അവരുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. മനസ്സിൻ്റെ ശൂന്യതയും ആത്മാവിലെ ശൂന്യതയും വലയിലെ ശൂന്യതയും ഒരുമിച്ച് സമ്മേളിച്ച പുലരിയുടെ യാമങ്ങൾ. 7 പേരുണ്ട്. കൃത്യമായവരുടെ പേര് തന്നെ നമുക്ക് ഓർക്കാൻ സുവിശേഷങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ശീമോനും തോമസും യാക്കോബും യോഹന്നാനും നഥനയേലും പിന്നെ 2 പേരും, ആരോ 2 പേരും കൂടെ. 7 പേർ ഒരുമിച്ച്. സാധാരണ 7 പേരൊരു പൂർണ്ണതയുടെ അനുഭവമാണ്. പക്ഷേ 7 പേർക്ക് പൂർണ്ണത പോയിട്ട് ഒരംശം പോലും, ഒരു പരൽമീൻ പോലും കിട്ടാത്ത രാത്രി. അതെന്തുകൊണ്ട്? മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പാടിയതുപോലെ, നോക്കത്താ ദൂരത്തോളം ഓളങ്ങൾ ഇരമ്പുന്നു, കര കാണാൻ കഴിവിലതിൻ കര കാണുവാൻ എന്ന് ടാഗോർ പാടിയതുപോലെ, നോക്കത്താ ദൂരത്തോളം ഓളങ്ങൾ ഇരമ്പുന്നൊരു രാത്രിയിൽ, ഒരു കര കാണാതെ ഉഴലുന്ന രാത്രിയിൽ, വിഫലമായ രാത്രിക്ക് മീതെ വിഷാദത്തിൻ്റെ കറുപ്പ് പടർന്ന 7 മുഖങ്ങൾ. എന്നെ കേൾക്കുന്നവരാ 7 മുഖങ്ങൾ കാണണം. വിഫലമായ രാത്രിയുടെ പ്രയത്നങ്ങൾക്ക് മീതെ വിഷാദത്തിൻ്റെ കറുപ്പ് പടർന്ന 7 മുഖങ്ങൾ. എനിക്ക് തോന്നുന്നു പതിവിലും ശക്തിയുണ്ട് ഈ രാത്രി തിബരിയാസിലെ ഓളങ്ങൾക്ക്. മനസ്സിൽ പതഞ്ഞു കയറുന്ന നിരാശയുടെ തിരമാലകൾ. വിവരണമായി ശീമോന്റെ മുഖം കണ്ടോ? സാധാരണ അദ്ദേഹം അങ്ങനെയല്ലേ. പക്ഷെ ഇന്ന് രാത്രി ശീമോന്റെ മുഖം വിവരണമാണ്. അയാളാണല്ലോ ബാക്കി 6 കൂടെ വിളിച്ചിറക്കിയത്. ഒരുപക്ഷെ നമുക്കറിയാമല്ലോ, ഈ പകലിൻ്റെ അലച്ചിലുകളിലേക്കാൾ രാത്രിയുടെ അലച്ചിലുകൾക്ക് സങ്കടം കൂടുതലാണ്. പകല് നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ ചില വിഫലമായ പ്രയത്നങ്ങളോ. പക്ഷെ രാത്രിയുടെ അലച്ചിലുകൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ അതിങ്ങനെ സങ്കടവും
ഭാരവും വിഷമവുമായി പിന്നെയും തികട്ടി വന്നുകൊണ്ടിരിക്കും. എന്തായിരുന്നാലും എന്നെ കേൾക്കുന്നവർ ഈ രാത്രി കാണേണ്ടത് അകലെ നിന്നും തീരത്തേക്ക് വരുന്ന പുലരിയിലെ ഒരു പടകാണ്. നിന്നും ഇരുന്നും നടുവിന് കൈകൊടുത്തും വിഷാദത്തിൽ നിൽക്കുന്ന 7 പേരെയും അവരുടെ ശൂന്യമായ വലയെയും കാണണം. ചോദ്യം ഇതാണ്, ഈ രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല എന്ന സവിശേഷമായ തിരുവചനം വർത്തമാനകാലത്തിൽ നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ഞാൻ ചില ചിന്തകൾ, ആദ്യത്തെ ചോദ്യം ഇതാണ്. 2 ചോദ്യങ്ങൾക്ക് 2 ഉത്തരങ്ങൾ എനിക്ക് തോന്നുന്നു ഈ വേദഭാഗം തരുന്നുണ്ട്. ഒന്ന്, ഈ എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമായി? വർത്തമാനകാലവും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വൈ? എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമാകുന്നു? എന്തുകൊണ്ട് പ്രയത്നങ്ങൾ ഫലശൂന്യമാകുന്നു? ഇവിടുത്തെ ചോദ്യം അത് തന്നെയാണ്. ഈ ഗലീലക്കടലിൻ്റെ തിബരിയാസിൻ്റെ മുക്കുവശാസ്ത്രം മുഴുവൻ അറിയാവുന്ന, ഹിസ്റ്ററിയും ജോഗ്രഫിയും മുഴുവൻ അറിയാവുന്ന പത്രോസ് എന്തുകൊണ്ട് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഈ ചെറുകടലിൽ ഒരു പരന്മീൻ പോലും കിട്ടിയില്ല? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമായി? 2 ഉത്തരങ്ങൾ എനിക്ക് തോന്നുന്നു വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ നിഷ്ഫലം അഥവാ ഫലശൂന്യം. Deeds that forget obligations are fruitless. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ, പ്രിയപ്പെട്ടവരെ, കടപ്പാടുകളെ മറക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കടൽ തീരം ഈ മനുഷ്യൻ മറക്കരുതായിരുന്നു. സാക്ഷാൽ ശീമോൻ. കാരണം അവിടെ നിന്നാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞൊരു 3 വർഷം മുമ്പ് ഗുരുനാഥൻ വിളിച്ചത്. ആ മണൽത്തരികളും ആ പടകും പരിവരുത്ത വള്ളപ്പലകയും ഒക്കെ ശീമോന് പരിചയമാണ്. പക്ഷേ മറക്കരുതായിരുന്നു. കഴിഞ്ഞ 3 വർഷം തൻ്റെ ഐഡൻറ്റിറ്റി മാറ്റിയ, തൻ്റെ സ്റ്റാറ്റസിനെ മാറ്റിയ, തൻ്റെ അഡ്രസ്സ് മാറ്റി ഒരു അപ്പോസ്തലൻ എന്നുള്ള പദവിയിലേക്ക് തന്നെ നാറുന്ന വലയിൽ നിന്നും വള്ളത്തിൽ നിന്നും വിളിച്ചിറക്കിയ ആ കടപ്പാട്. എന്നാൽ ഒരു ചെറിയ നിരാശയുടെ ഫലമായി കടപ്പാടുകളെ മറന്ന കർമ്മങ്ങൾക്ക് പോയി, പഴയ പണിക്ക് പോയി എന്ന് പറഞ്ഞാൽ കൃത്യമായി അയാൾ വല എവിടെ കളയാൻ പറഞ്ഞുവോ ആ പണിയിലേക്ക് തിരിച്ചുപോയി. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ നിഷ്ഫലമാണ്. ആധുനിക മലയാളിയുടെ നിഘണ്ടുവിൽ നിന്ന് വെട്ടിക്കളഞ്ഞൊരു പദം കൂടിയല്ലേ കടപ്പാട്. ആർക്കും ആരോടും കടപ്പാടില്ലാത്ത, ആർക്കും ആരോടും പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത മറവിയുടെ കാലമാണ്. ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗമുണ്ട്. ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു ഓർമ്മകളുടെ കോശങ്ങൾ തലച്ചോറിൽ നിന്ന് മുറിഞ്ഞു മാറുന്നതാണ്. പഴയതൊക്കെ മറന്നുപോകുന്നു. ഡിമെൻഷ്യ പേഷ്യൻസ് ഇന്ന് ധാരാളമായി കൂടുന്നുണ്ട്. ഏതാണ്ട് 5 കോടിയോളം ഡിമെൻഷ്യ പേഷ്യൻസ് ഇന്ന് ലോകത്തുണ്ടെന്നാണ് പറയുക. അത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്നുണ്ട്, അംനീഷ്യ എന്ന് പറയും. ലോങ് ടൈം മെമ്മറി നഷ്ടപ്പെടുന്നതാണ്. കുറേ നാളത്തെ ഓർമ്മ നഷ്ടപ്പെടും. അത് ഇസ്രായേൽ മക്കൾക്കുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്നലത്തെ മന്ന മറന്നുപോയി. സങ്കടം വന്നപ്പോൾ, വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഇന്നലത്തെ ദൈവത്തിൻ്റെ കരുതൽ മറക്കുകയും മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളുടെ അടിയിലെ ബീഫിൻ്റെ ചാറ് ഓർമ്മ വരികയും ചെയ്തു. അതൊരു തരത്തിലെ അംനീഷ്യയാണ്. ഇന്നലകളുടെ ദൈവകരങ്ങളെ മറക്കുകയും പഴയതോ ഭൂതകാലത്തിൻ്റെ ചെറിയ ചില തിളക്കങ്ങളെ ഓർത്തു വയ്ക്കുകയും ചെയ്തിട്ട് അതാണ് ജീവിതമെന്ന് പരിതപിച്ച ഒരു ഇസ്രായേൽ മക്കൾക്ക് അത് അംനീഷ്യയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഡിമെൻഷ്യയുണ്ട്, അംനീഷ്യയുണ്ട്. മറ്റൊന്ന് ഭീകരമായ അൽഷിമേഴ്സ് ഉണ്ട്. അൽഷിമേഴ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ ഭീകരമാണ്. ഒരു മുട്ടുസൂചി പോലും ബന്ധങ്ങളെ പൂർണ്ണമായും മറക്കുന്ന ഒരു അൽഷിമേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇന്ന് മറവികളുടെ കാലമാണ്. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഹാർഡ് ഡിസ്കുകളുണ്ട്. 2 പോക്കറ്റിലും തടിച്ച മൊബൈലുണ്ട്, സ്മാർട്ട് ഫോണുകളുണ്ട്, ഹാർഡ് ഡിസ്കുകളും മെമ്മറി കാർഡുകളും, ആയിരക്കണക്കിന് ഡിജിറ്റൽ മെമ്മറി നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. പക്ഷേ മറന്നുപോയതും മാഞ്ഞുപോയതും മനസ്സിൻ്റെ മെമ്മറി കാർഡുകളല്ലേ? പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ മെമ്മറി കാർഡ് മാഞ്ഞുപോയൊരു രാത്രിയല്ലേ ഇത്? തനിക്കൊരു അഡ്രസ്സും ഐഡൻറ്റിറ്റിയും ഉണ്ടാക്കി തന്ന തൻ്റെ ഗുരുനാഥനെ പാതി വഴിയിൽ മറന്നുപോയി എന്ന് പറയുമ്പോൾ കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യമെന്ന് ദൈവം അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. നീ എത്ര പ്രൊഫഷണലായാലും, നീ എത്ര മിടുക്കനായാലും, നീ എത്ര സ്മാർട്ടായാലും, നിൻ്റെ ജീവിത വഴികളിൽ നീ എത്രമാത്രം മികച്ചവനായിരുന്നാലും, വളരെ മികച്ചവനായിരുന്നു പത്രോസ്. മുക്കുവപ്പണിയുടെ സകല കാര്യങ്ങളും അറിയാവുന്ന, കൃത്യമായി അറിയാവുന്ന പത്രോസ്. നീ എത്ര പ്രൊഫഷണലായിരുന്നാലും ജീവിതത്തിൻ്റെ കടപ്പാടുകളെ മറന്നുള്ള കർമ്മങ്ങൾ ഫലശൂന്യമാണ് എന്നോർക്കുക. വിശുദ്ധ ലൂക്കോസ് 17:17 പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാർ മറന്നുപോകല്ലേ.
10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഒരാൾ മാത്രം നന്ദി പറയാൻ വന്നപ്പോൾ യേശു ചോദിക്കുന്ന, സുവിശേഷം വിറങ്ങലിക്കുന്ന വർത്തമാനകാലത്തിൽ നമ്മെ നോക്കി വല്ലാതെ ആക്ഷേപഹാസ്യം ചൊരിയുന്ന ഒരു വാക്യമാണത്. ആ 9 പേരെവിടെ? അതല്ല നിന്റെ തമാശയെന്നേ. ആ 10 പേരിൽ നന്ദി പറയാൻ വന്നവൻ വിജാതീയനും ബാക്കി 9 സ്വജാതി അഥവാ യഹൂദനുമായിരുന്നു. ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരാണ് ബന്ധങ്ങളെ പലപ്പോഴും മറക്കുക. നമ്മളൊക്കെ പലപ്പോഴും ബന്ധവിച്ഛേദനങ്ങളുടെ വിസ്മൃതി കയ്പ് അനുഭവിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയങ്ങളിൽ നിന്നായിരിക്കും. പത്രോസ് ഏറ്റവും പ്രിയപ്പെട്ടയാളായിരുന്നു, ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞയാളായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില കടപ്പാടുകൾ മറക്കപ്പെടുമ്പോൾ, ചില ബന്ധങ്ങൾ മുറിഞ്ഞു മാറുമ്പോൾ, ആ 9 പേരെവിടെ എന്നുള്ള ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, ഈ രാത്രി ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയും മനസാക്ഷിക്ക് നേരെ ദൈവവചനം ഉയർത്തുന്നുണ്ട്. പുരാതന ഈജിപ്തുകാർക്ക്, റോമാക്കാർക്കും ഇങ്ങനെയൊരു ചിന്തയുണ്ടായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട്. വിവാഹത്തിൻ്റെ മോതിരവിരൽ, ആ മോതിരവിരലിൽ നിന്ന് ഹൃദയത്തോളം നീളുന്ന ഒരു നാഡിയുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. വെനൈമോറിസ് എന്നാ പറയുക, വെനൈമോറിസ്. ഈ മോതിരവിരലിലെ വിവാഹ മോതിരം, ഈ മോതിരവിരലിൽ നിന്ന് ഹൃദയത്തോളം നീളുന്ന നാഡിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്താ? മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുതേ, കടപ്പാടുകളെ മറക്കരുതേ, മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുതേ. പാതി വഴിയിൽ പലതും ഉപേക്ഷിക്കപ്പെടുന്നൊരു കാലത്തിൽ ബന്ധങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. കുറേ നാളുകൾക്ക് മുൻപ് പഴയ മനുഷ്യൻ്റെ ബന്ധങ്ങൾ ഭക്ഷണപാത്രം പോലെയാണ്. അതായത് ഇലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, പഴയ കാലത്ത് ഇലയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, വാഴയില പോലെയാണ് ബന്ധങ്ങൾ. എപ്പോഴും ഹരിതാഭമായ ബന്ധങ്ങൾ, പച്ച പിടിച്ച ബന്ധങ്ങൾ. പിന്നീട് മനുഷ്യൻ വാഴയിലയിൽ നിന്നും മൺപാത്രങ്ങളിലേക്ക് വന്നു. മൺപാത്രങ്ങൾ പോലെയായി പിന്നീടുള്ള ബന്ധങ്ങളും. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാമെന്നൊരു സാധ്യത മൺപാത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മൺപാത്രങ്ങൾക്ക് ശേഷം പിന്നീട് മനുഷ്യൻ ചെമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ചെമ്പ് പാത്രങ്ങളുടെ പ്രത്യേകത അത് പെട്ടെന്ന് മങ്ങും, പക്ഷെ വല്ലപ്പോഴും തേച്ച് മിനുക്കും അല്ലെങ്കിൽ തേച്ച് തിളക്കും. ബന്ധങ്ങൾ ഇങ്ങനെയായിരുന്നു. വല്ലപ്പോഴുമുള്ള കൂടിച്ചേരലുകളും വിവാഹങ്ങളുമൊക്കെ ഒരുമിച്ച് ബന്ധങ്ങൾ തേച്ച് തിളക്കുന്ന ഗൃഹാതുരതയുടെ അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇലയിൽ നിന്ന്, മൺപാത്രങ്ങളിൽ നിന്ന്, ചെമ്പ് പാത്രങ്ങളിൽ നിന്ന് പിന്നെ മനുഷ്യൻ പോയത് സ്റ്റീൽ പാത്രങ്ങളിലേക്കാണ്. സ്റ്റീൽ പാത്രങ്ങളിൽ ഭക്ഷണം കുഴിച്ചു തുടങ്ങിയപ്പോൾ നമുക്കറിയാലോ, ഒരു വീട്ടിലൊരു 4 സ്റ്റീൽ പാത്രം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു ഒരു കലഹം ഉണ്ടാക്കും. ബന്ധങ്ങളിലും ഈ കലഹവും കലബലയും ഒക്കെ സ്വാഭാവികമായി ഉണ്ടായി. എങ്കിലും അവിടെയൊക്കെ അതിങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ പൊക്കൊണ്ടിരുന്നു. സ്റ്റീൽ പാത്രങ്ങളിൽ നിന്നും പിന്നെ ഫൈബർ പാത്രങ്ങളിലേക്കും, ഇപ്പോഴിതാ ഡിസ്പോസിബിൾ പ്ലേറ്റുകളിലേക്കും കൂടുമാറിയപ്പോൾ, യൂസ് ആൻഡ് ത്രോ, എനിക്ക് താല്പര്യമില്ലാത്തതിലൊന്നും ഞാൻ ഇടപെടാതെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്ന ഒരു വല്ലാത്ത സംസ്കാരത്തിലേക്ക് ബന്ധങ്ങൾ പോലും മാറി. ഇപ്പോൾ ഉയർപ്പിന് ശേഷം കർത്താവിനെ, ഗുരുനാഥനെ കിട്ടാതെ വരുമ്പോൾ പഴയ പണിക്ക് പോകുന്ന പത്രോസ് ഓർമ്മിപ്പിക്കുന്നതും ഈ ഡിസ്പോസിബിൾ പാത്രങ്ങളെ തന്നെയല്ലേ? പത്രോസ് അല്ലല്ലോ, നമ്മൾ തന്നെ അങ്ങനെ തന്നെയല്ലേ? ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. സ്വയത്തിൽ ആശ്രയിക്കുന്ന പത്രോസ്, ദൈവമേ ഓരോ ദിവസവും നിന്റെ ദാനങ്ങൾ ഞാൻ മറന്നുപോയല്ലോ. എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമായി എന്ന് തിബരിയാസിന്റെ പുലരിയിലെ ഈ ഒഴിഞ്ഞ പടക് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇത് തന്നെയാണ്: കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. Deeds that forget obligations are fruitless. പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്കുള്ള ഇടനാഴിയുടെ പേരല്ലേ കൃതജ്ഞത? രക്ഷയിലേക്കുള്ള ഇടനാഴിയുടെ പേരല്ലേ കൃതജ്ഞത? ആരോടും ബന്ധമില്ല എന്ന് പറഞ്ഞോടിയ പഴയ യാക്കോബിനെ ഓർമ്മയില്ലേ? ഗോത്രപിതാവായ യാക്കോബ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലം ഗുരുത്വമില്ലാത്തൊരു കാലമാണ്. 3 അക്ഷരത്തിൻ്റെ മാന്ത്രികത മറക്കല്ലേ, ഗുരുത്വം. അപ്പനോടും ചേട്ടനോടും ഒക്കെ ഒന്നാം തരം, നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പണി കൊടുത്തിട്ടോടി യാക്കോബ്. കടപ്പാടുകൾ ലവലേശമില്ലാതെ അലച്ചിലുകളിലേക്ക് വീണുപോയി യാക്കോബ് 98-ാമത്തെ വയസ്സിൽ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്നൊരു പരിവാരവുമായി തിരിച്ചു വരുമ്പോൾ
ചങ്കത്ത് കൈവച്ചിട്ട് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഏത് 21 വർഷങ്ങൾക്ക് മുൻപ് 77-ാമത്തെ വയസ്സിൽ. ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇന്നലകളുടെ ഓർമ്മ, അൽഷിമേഴ്സും ഡിമെൻഷ്യയും അംനീഷ്യയും ഒക്കെ മാറുന്ന ഒരു യാക്കോബിനെ യാബോക്ക് കടവിൻ്റെ തീരത്തും പെനിയേലിൻ്റെ പൂമുഖത്തും ഒക്കെ നമുക്ക് കാണാനാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം എന്താ? എന്നെ കേൾക്കുന്ന സഹോദര, നമ്മുടെയൊക്കെ ജീവിതം എന്താ? മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം പോലെയല്ലേ? ആ അത്തിമരത്തിന് പ്രത്യേക കെയറൊന്നും കൊടുത്തിരുന്നില്ല. എങ്ങനെ വേണമെങ്കിലും വളരാമായിരുന്നു. എങ്കിലും ഒരു അസാധാരണമായ കൃപയും കരുതലും നമുക്ക് കിട്ടിയില്ലേ? പ്രിയപ്പെട്ടവരെ, ലോത്തിനെ മറന്നുപോകല്ലേ. സോദോമിൻ്റെ പടിവാതിൽക്കലിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഭാഷയുടെ ചിന്ത എന്ന് പറയുക, പടിവാതിൽക്കലിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ ന്യായാധിപ സ്ഥാനത്തേക്ക് മനുഷ്യൻ വന്നതാ. പക്ഷേ അബ്രഹാം എന്ന മനുഷ്യനോടുള്ള കടപ്പാടുകളെ മറന്ന ലോത്തിൻ്റെ പ്രയത്നങ്ങളെല്ലാം പാതി വഴിയിൽ നിഷ്ഫലമായി ഒരു രാത്രി കൊണ്ടല്ല ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? എൻ്റെ സ്നേഹിത, ഇവരൊക്കെ ഓർമ്മിപ്പിക്കുന്നതെന്താ? ഓർമ്മകൾ ഉണ്ടായിരിക്കണം. തിബരിയാസിന്റെ പുലരിയിൽ ഒഴിഞ്ഞ വല പത്രോസിനെ മാത്രമല്ല, എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പരിശുദ്ധ കുർബാന ആ ഒരു അപ്പത്തുണ്ട് കയ്യിലെടുക്കുമ്പോൾ പോലും കണ്ണു നിറഞ്ഞൊഴുകി തമ്പുരാൻ കൃതജ്ഞതയുടെ ഭാവത്തിൽ പറഞ്ഞില്ലേ, ഫോർ മൈ റിമെമ്പറൻസ്. ഓർമ്മകളുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, ഒരു രാത്രി കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്ന ലോത്തിന്റെ സമ്പാദ്യം കടപ്പാടുകളെ മറന്ന പ്രയത്നമാണ്. യാക്കോബിന് ഓർമ്മ തിരിച്ചു കിട്ടിയതുപോലെ നമുക്കും തിരിച്ചു കിട്ടേണ്ടേ. ശീമോൻ പത്രോസിന് ഇതൊരു അൽഷിമേഴ്സിന്റെ രാത്രിയാണ്, ഇതൊരു ഡിമെൻഷ്യയുടെ രാത്രിയാണ്, ഇതൊരു അംനീഷ്യയുടെ രാത്രിയാണ്. ഒന്നാമത്തെ ചിന്ത നമുക്കും ബാധകമാണ്. ഇന്നലകളെ വളരെ പെട്ടെന്ന് മറന്ന് ഈ വർത്തമാനകാലത്തിൽ അയാൾ എനിക്ക് എന്ത് ചെയ്തു, അവൾ എനിക്ക് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ ആരുമായിട്ട് നമുക്ക് ബന്ധമില്ല. പഴയ കാലമൊന്നും നാം മറക്കാറില്ല. ഇന്ന് അദ്ദേഹം എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിലാണ് നാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. 2, എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമായി? ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഇന്ന് രാത്രി മെൽത്തോ കൺവെൻഷനിൽ എന്നെ കേൾക്കുന്ന എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പലയിടങ്ങളിലുള്ള പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങൾ ഈ വാക്യം ആവർത്തിച്ചു വായിക്കുമ്പോൾ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല എന്നുള്ള വചനം അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ട് 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 പ്രയത്നങ്ങൾ നിഷ്ഫലമായി എന്നുള്ളതിന് രണ്ടാമത്തെ ഉത്തരം, ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ഫലം ശൂന്യം എന്നുള്ളതാണ്. വല ശൂന്യം എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ, റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ് ഈസ് ഫ്രൂട്ട്ലെസ്. റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ് ഈസ് ഫ്രൂട്ട്ലെസ്. ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് എന്താ മനസ്സിലാകുന്നില്ലേ? പത്രോസിന്റെ ജീവിതം ഒഴുകിപ്പരക്കുന്ന ഒരു ജലാശയം പോലെ, ഒരു ഷെയ്പ്പില്ലാത്തൊരു ഇന്നലകളിലെ ജീവിതം. ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കുക, ഇഷ്ടമുള്ളപ്പോൾ കടലിൽ പോകുക, ഇങ്ങനെ വല്ലാത്തൊരു ജീവിതം, ഒരു ഓട്ടപ്പാച്ചിലുകൾ പോലെ. അവിടെ നിന്നും തമ്പുരാൻ വിളിച്ചൊരു റെട്ടിൽ അല്ലെങ്കിൽ ഒരു റൂട്ടിൽ അല്ലെങ്കിൽ ഒരു ട്രാക്കിലാക്കിയില്ലേ? ഒരു വഴിയിലേക്ക്, ഒരു പാതയിലേക്ക് പത്രോസിനെ കൊണ്ടുവന്ന് കർത്താവ് ക്രമീകൃതമായൊരവസ്ഥയിലൂടെ കഴിഞ്ഞ 3 വർഷം യേശു കർത്താവ് പത്രോസിനെ നടത്തിയെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥനയുടെയും പ്രസംഗത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ശിഷ്യത്വത്തിൻ്റെയും ആഴമായൊരു ക്രമീകൃതമായൊരു ഓർഡർ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയാണ് പറയുന്നത്, ആ വലയും വള്ളവും ഉപേക്ഷിച്ച് അനുഗമിച്ച പ്രാകൃതമായ അനുഭവങ്ങളിലേക്ക് ഇതാ ഉയർപ്പിന് ശേഷം ഉയർപ്പിൻ്റെ സാക്ഷികളാകുന്ന ഈ അപ്പോസ്തലന്മാർ മടങ്ങിപ്പോകുന്നു പ്രാകൃതമായതിലേക്ക്. എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ പഴയ പണിക്ക് പോയി എന്നുള്ളതാണ്. ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് പോയി. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ കരമടയ്ക്കാൻ കാശ് കൊടുക്കാൻ വേണ്ടി തമ്പുരാൻ, അറിയാമല്ലോ, പത്രോസിനെ അയക്കുമ്പോൾ വലയെറിയാനല്ല പറയണത്. അതായിരുന്നു എളുപ്പം. പക്ഷെ ചൂണ്ടയിടാനാണ് പറയണത്. കാരണം എന്താ? പണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞൊരു വലയുണ്ട്. പഴയ ചില പണികളും അതിൻ്റെ ആയുധപ്പുരകളും ആയുധങ്ങളും എല്ലാം ഉപേക്ഷിച്ചില്ലേ? ആ പഴയ ആയുധങ്ങളിലേക്ക് പത്രോസിനെ മടക്കി വിടേണ്ട എന്ന് കർത്താവിനൊരു തോന്നലുണ്ടായിരുന്നതുകൊണ്ടാകാം അദ്ദേഹത്തെ പിന്നീട് വലയെറിയാനല്ല ചൂണ്ടയിടാനാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പത്രോസ് ക്രമീകൃതമായതിൽ നിന്ന് റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ് അല്ലെങ്കിൽ റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമൽ, ഇറ്റ്സ് ഫ്രൂട്ട്ലെസ്. അത് ഫലശൂന്യമായ അവസ്ഥയിലേക്ക് പോകുന്നു.
എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഈ വചനത്തിൻ്റെ ധ്യാനത്തിൻ്റെ മധ്യ ഓർക്കേണ്ടതല്ലേ? അതുകൊണ്ട് വല്ലപ്പോഴും നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടത്. എപ്പോഴും നമ്മൾ പോകുന്നവരല്ല. അതുകൊണ്ട് വല്ലപ്പോഴും നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകും. നമ്മളും ഈ ശീമോനെ പോലെയല്ലേ? ശീമോൻ്റെ ഒരു പരിച്ഛേദം എൻ്റെ ജീവിതത്തിലുണ്ട്, താങ്കളുടെ ജീവിതത്തിലുണ്ട്. പഴയ പണിക്ക് പോകുന്നു. എത്രയോ തവണ തീരുമാനങ്ങളിൽ നിന്ന് നാം പലപ്പോഴും പിറകോട്ട് പോയിരിക്കുന്നു. വലിയ തീരുമാനങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. മനുഷ്യരാണ്, സ്വാഭാവിക ബലഹീനത നമുക്കുണ്ട്. പക്ഷേ എത്രയോ തവണ ചില ചെറിയ കാര്യങ്ങളിലെങ്കിലും നാം പിന്നെയും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്നെയും തിരിഞ്ഞു പോകരുതെന്ന് ദൈവത്തിനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ ഈ സമയത്ത് ഓർക്കുന്ന രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 20-21 വാക്യങ്ങളാണ്. എലീശ ഏലിയ പ്രവാചകന്റെ പിറകെ പോകാനായിട്ട് പോയപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? 1 രാജാക്കന്മാർ 19-ന്റെ 20-21 വാക്യങ്ങൾ. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിൻ്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു ഓർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിട്ടു ചെന്ന് ഒരു ഏർ കാളയെ പിടിച്ചറുത്തു. കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. പിന്നെ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ പോയി. എന്ന് പറഞ്ഞാൽ ഏലീശ ഒരു ചെറിയ കാളക്കാരനല്ലായിരുന്നു. ഏലീശ ഒരു ചെറിയ പൂട്ടുകാരനല്ലായിരുന്നു. 12 ഏർ കാളയെ ഒരുമിച്ച് പൂട്ടുന്ന 12ാമത്തെ ജോഡിയോടുകൂടെ താൻ തന്നെ നിൽക്കുന്ന 1-ാം തരം പൂട്ടുകാരൻ. എന്നാൽ ആ പണി കളയുമ്പോൾ, ആ പ്രൊഫഷണലിസം താൻ ഉപേക്ഷിക്കുമ്പോൾ, ശിഷ്യനാകാൻ തീരുമാനിക്കുമ്പോൾ ആ കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന കലപ്പ വെട്ടി നുറുക്കി യാഗമർപ്പിച്ചിട്ട് അതുകൊണ്ട് കാളയുടെ മാംസം പാചകം ചെയ്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് നാം ഓർക്കേണ്ടത്? ഒറ്റ കാര്യമുള്ളൂ, ഈ കലപ്പ അവിടെ വെറുതെ വെച്ചിരുന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും ശീമോൻ തിരിച്ചു പോയതുപോലെ ഏലീശ തിരിച്ചു എന്ന കലപ്പ എടുക്കുമോ? ഏലീശയ്ക്ക് തന്നെ ഒരു നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ സാഹചര്യങ്ങളെ, തൻ്റെ പഴയ പണിയായുധങ്ങളെ, തൻ്റെ ഓൾഡർ ടൂൾസിനെ ഇനി വേണ്ട. അതുകൊണ്ട് ആ കലപ്പ കാണുമ്പോൾ പോലും തൻ്റെ പ്രാകൃതമായതിനെ താൻ ഓർമ്മിക്കരുത് എന്ന് ഏലീശയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നില്ലേ? അദ്ദേഹം ആ കലപ്പ, ആ കാളയെ പൂട്ടുന്ന ഉപകരണങ്ങൾ, ഇങ്ങനെ പുതിയ കുട്ടികൾക്ക് കലപ്പ എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. കലപ്പ ഇങ്ങനെ വെട്ടിക്കീറി അത് തീയിലിട്ട് യാഗമർപ്പിച്ചു. അതുകൊണ്ട് മാംസം പാചകം ചെയ്തു. സകല സാഹചര്യങ്ങളും ഉപേക്ഷിച്ചു. സകല പ്രാകൃതമായതിനെ ഏലീശ കളഞ്ഞു എന്നുള്ളതാണ്. അവോയ്ഡ് ദ സിറ്റുവേഷൻസ്. സാഹചര്യങ്ങളെ മുഴുവൻ ഏലീശ വിട്ടുകളയുക. ലോകം കീഴടക്കിയ റോമിൻ്റെ ജൂലിയസ് സീസർ, അദ്ദേഹം ഒരു വലിയ യുദ്ധക്കൊതിയനും തൻ്റെ രാജ്യം വിശാലമാക്കുന്നതിൽ ഉത്സുകനുമായിരുന്നല്ലോ. ഒരിക്കൽ ഇംഗ്ലണ്ട് ആക്രമിക്കാൻ ജൂലിയസ് സീസർ പോയപ്പോൾ 14 കപ്പലുകൾ നിറയെ പടയാളികളും പടക്കോപ്പുകളുമായാണ് ഇംഗ്ലണ്ടിൻ്റെ തീരത്തേക്ക് കടലിൽ കൂടെ പോയത്. പക്ഷെ അവിടെ ചെന്നിറങ്ങി യുദ്ധത്തിന് കോപ്പ് കൂട്ടി തുടങ്ങിയപ്പോൾ തൻ്റെ സൈന്യത്തിൻ്റെ 3 ഇരട്ടിയെങ്കിലും ഇംഗ്ലണ്ടിലെ സൈന്യമുണ്ട്. പടയാളികളൊക്കെ പരിഭ്രമിച്ചു. ജൂലിയസ് സീസറുടെ സൈന്യം ഒന്ന് പേടിച്ചു പോയി. ജൂലിയസ് സീസറും ആദ്യം ഒന്ന് പേടിച്ചു. പക്ഷെ ഒരു രാത്രിയിൽ യുദ്ധം തുടങ്ങുന്ന ദിവസങ്ങളിൽ ഒരു രാത്രിയിൽ ഈ 14 കപ്പലുകളും ആ തീരത്ത് ജൂലിയസ് സീസർ തന്നെ കത്തിച്ചു കളഞ്ഞു. തൻ്റെ സൈന്യവും താനും കയറി വന്ന 14 പടക്കപ്പലുകളും കത്തിച്ചു കളഞ്ഞു. ആളിക്കത്തുന്ന തീ പടയാളികളുടെ ഉള്ള ധൈര്യം കൂടെ ചോരാൻ തുടങ്ങിയപ്പോൾ ഇതാര് ചെയ്തു എന്ന് പരസ്പരം ചോദിക്കുമ്പോൾ ജൂലിയസ് സീസർ, റോമിൻ്റെ ജൂലിയസ് സീസർ പറയുന്നൊരു കാര്യമുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സൈന്യം വലുതാണ്, പക്ഷേ നമ്മുടെ കപ്പലുകൾ തീവെന്ത് പോയിരിക്കുന്നു. ഒന്നുകിൽ നമുക്ക് ഇവിടെ കടന്ന് മരിക്കാം ശത്രുവിൻ്റെ കൈകൊണ്ട്, അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ച് അവരുടെ കപ്പലുകളിൽ നമുക്ക് മടങ്ങാം. എന്തു വേണമെന്ന് എൻ്റെ സൈന്യം, റോമിൻ്റെ ജൂലിയസ് സീസറുടെ സൈന്യം തീരുമാനിക്കണം. തിരിച്ചു പോകാനുള്ള എല്ലാ വഴികളും, യൂടേൺ എടുക്കാനുള്ള എല്ലാ വഴികളും എലീശ ഉപേക്ഷിച്ചില്ലേ? നശിപ്പിച്ചു കളഞ്ഞില്ലേ? ജൂലിയസ് സീസർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആ യുദ്ധത്തിൽ ജൂലിയസ് സീസറുടെ സൈന്യം ആത്മവീര്യത്തോടെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി എന്നാണ് ചരിത്രം. ഇംഗ്ലണ്ടിനെ കീഴടക്കി അവരുടെ കപ്പലുകളിൽ അവർ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രാകൃതമായതിലേക്ക് മടങ്ങുമോ എന്നൊരു ചോദ്യം. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല എന്നുള്ള ദൈവവചനം നമ്മോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവ് അത് തന്നെയാണ്.
എന്തുകൊണ്ട് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ നിഷ്ഫലമാകുന്നു? ഒന്ന്, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങളൊക്കെ ഫലശൂന്യം. രണ്ട്, ക്രമീകരണമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ഫലം ശൂന്യം. ക്രമീകരണമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ഇരുട്ടായിരിക്കും. അതുകൊണ്ടാണ് യൂദ കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ പങ്കുമേശയിൽ നിന്ന്, ആ സ്നേഹത്തിൻ്റെ അത്താഴമേശയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് ഇരുട്ടായിരുന്നു എന്നൊരു വാക്യമുണ്ട്. അത് എടുത്തെഴുതേണ്ട ഒരു കാര്യവുമില്ല, കാരണം അതൊരു രാത്രിയാണ്. എന്നിട്ടും പുറത്ത് ഇരുട്ടായിരുന്നു എന്ന് സുവിശേഷകൻ എഴുതുന്നതിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത പൊരുൾ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് കഷ്ടാനുഭവാഴ്ച രാത്രിയിൽ, പെസഹാഴ രാത്രിയിൽ യൂദായുടെ ജീവിതത്തിൻ്റെ ശാപം വർണ്ണിക്കുമ്പോൾ ഇങ്ങനെ പാടുക: ദുർഭകനോടി പോയി കൂരിരുളിൽ ചേർന്നു, പ്രഭയെ ദ്വേഷിച്ചോൻ ഇരുൾ സ്നേഹിച്ചു. 3.5 വർഷം ക്രമീകൃതമായ ഒരു അവസ്ഥയിൽ കൂടെ, ഒരു ഐഡന്റിറ്റിയിൽ കൂടെ പോയ ഇസ്കറിയോത്ത യൂദ പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ദുർഭകനോടിപ്പോയി കൂരിരുളിൽ ചേർന്നു, ഇരുട്ടിലേക്കാണ് പോകുക. പ്രിയപ്പെട്ടവരെ, ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോഴൊക്കെ ഇരുട്ട. ദാവീദ് തൻ്റെ വിളിയും നിയോഗവും നിറഞ്ഞൊരു കുളിമുറിക്കാഴ്ചയുടെ അനന്തരഫലമായി ബേർശബയെ ഭാര്യയാക്കുമ്പോൾ, ഊരിയാവിനോട് നല്ല ഒന്നാന്തരം പണി കൊടുക്കുമ്പോൾ, ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദാവീദിന് പറ്റുന്നൊരു സംഭവമുണ്ട്. ആ സമാഗമത്തിൽ ജനിക്കുന്ന മകൻ മരണപ്പെടുന്ന ദാവീദ് പ്രാണവേദനയിലും മരണവേദനയിലും ദുഃഖത്തിലും പിടയുന്നു. ഫലം ശൂന്യം. ആ കുഞ്ഞ് മരിച്ചു പോവുക. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് കാര്യം. ശൗലിനെ കുറിച്ചറിയാൻ നന്നായി തുടങ്ങി, പക്ഷേ അയാൾ പ്രാകൃതമായതിലേക്ക് മടങ്ങിയപ്പോഴൊക്കെ ഫലം ശൂന്യമാണ്. ശലോമോൻ നന്നായി തുടങ്ങി, സോളമൻ ദ ഗ്രേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോഴൊക്കെ ഫലം ശൂന്യമാണ്. കസൻത് സാക്കീസിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന വിഖ്യാതമായൊരു നോവലുണ്ടല്ലോ, അതിലൊരു നാടകീയമായൊരു രംഗമുണ്ട്. അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഫ്രാൻസിസ്, വിശുദ്ധനായ ഫ്രാൻസിസ് ഒരു പാടവരമ്പിലൂടെ ഒരു മധ്യാഹ്നത്തിൽ നടക്കുമ്പോൾ ചെളിയിൽ നിന്ന് കയറി വരുന്ന, താൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത അപരിചിതമായ നാട്ടിലാണ്, ചെളിയിൽ നിന്ന് കയറി വരുന്ന ഒരു മനുഷ്യൻ ആ വരമ്പിലേക്ക് കയറി വന്ന് ഫ്രാൻസിസിന് അഭിമുഖമായി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധനാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, അതിനൊത്ത രീതിയിൽ ജീവിച്ചേക്കണം. ഫ്രാൻസിസ് ഞെട്ടിപ്പോയി. താൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്ന് തന്നോട് പറയുക. വിശുദ്ധനായ ഫ്രാൻസിസ് ആ മുഖത്തേക്ക് നോക്കി, ആരാണ് ഇയാൾ? അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധനാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, അതിനൊത്ത രീതിയിൽ ജീവിച്ചേക്കണം കേട്ടോ. എന്നിട്ട് അയാൾ ആ പാടത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി, പിന്നെ ഒന്നും പറഞ്ഞില്ല. പുണ്യവാനായ ഫ്രാൻസിസ് പിന്നെയും ആ പാടവരമ്പിലൂടെ യാത്ര തുടർന്നപ്പോൾ മനസ്സിലൊരു ചോദ്യം: ആരാണ് അയാൾ? തൻ്റെ ജീവിതത്തിൻ്റെ വർത്തമാനകാലത്തിൻ്റെ നിയോഗങ്ങളെ ഓർമ്മപ്പെടുത്തി ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങരുതെന്ന് ഓർമ്മപ്പെടുത്തിയത് ആ വൃദ്ധനായ കർഷകനാരാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ വരമ്പുകളിലൂടെയും ചിലപ്പോൾ എതിരെ വരുന്ന ചില മനുഷ്യരുണ്ടാകും, ചില ജീവിതങ്ങളുണ്ടാകും. നന്നായി ജീവിച്ചേക്കണം എന്നൊക്കെ ചുമ്മാ പറഞ്ഞിട്ട് പോകണ ചില മനുഷ്യർ. പക്ഷെ നമ്മുടെ സ്ലിപ്പിംഗ് പേഴ്സണാലിറ്റിയാണ്. മഹാഭാരതം ഉദ്യോഗപർവത്തിൽ എഴുത്തച്ഛൻ പാടുന്നത് പോലെ അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നെയും അതിന് ആരംഭിച്ചു മൂഢൻ. നമ്മുടെ പ്രത്യേകത ഇങ്ങനെയാണ്: ഒരു ഡ്യുവൽ ക്യാരക്ടർ, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഒരു ഡിവേർട്ടിംഗ് പേഴ്സണാലിറ്റി, ഒരു സ്ലിപ്പിംഗ് ക്യാരക്ടർ. അവിടെയും ഇവിടെയും വഴുതുന്ന, അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ അതിൻ്റെ പാതി വഴിയിൽ മുറിഞ്ഞു പോകും, പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ. ഈ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനിൽ പ്രാകൃത മനുഷ്യനും ക്രമീകൃത മനുഷ്യനുമുണ്ട്. ഈ പ്രാകൃത മനുഷ്യനിലേക്ക് പോകുമ്പോഴൊക്കെ തമ്പുരാൻ അയാളെ വിളിക്കുന്ന: ഷിമോൻ, സൈമൺ, ആർ യു അസ്ലീപ്? നീ ഉറങ്ങാണോ? ക്രമീകൃതമായതിലേക്ക് അദ്ദേഹം മാറുമ്പോഴൊക്കെ അദ്ദേഹം പീറ്ററാണ്. പ്രാകൃതമായതിലേക്ക് മാറുമ്പോൾ റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ്, ഇറ്റ്സ് ഫ്രൂട്ട്ലെസ്. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. എന്തുകൊണ്ട് വലകൾ ശൂന്യമായി? എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമായി? പ്രിയപ്പെട്ടവരെ, അവസാനത്തോളം
അവസാനത്തോളം ഈ നിയോഗം സൂക്ഷിക്കുമോ? രണ്ടുത്തരമാ. ആ ചിന്തയിൽ ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട് ഈ വല ശൂന്യമായി എന്ന് ഈ പുലരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കടപ്പാടുകളെ മറക്കുന്ന, ഡീഡ്സ് ദാറ്റ് ഫോർഗെറ്റ് ഒബ്ലിഗേഷൻസ് ഇസ് ഫ്രൂട്ട്ലെസ്. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലം ശൂന്യമാണ്. ഇന്നലകളെ മറക്കുന്ന ഇതുപോലെ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ സ്നേഹിത? മറ്റൊന്ന്, ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ഇരുട്ടും ഫലവും ശൂന്യമാണ്. കർത്താവേ, വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. അവസാനത്തോളം നിൽക്കുമോ എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ പല മനുഷ്യരും നന്നായി തുടങ്ങിയവരാണ്. ദാവീദും ശലോമോനും ശൗലും യാക്കോബും ഒരുപാട് പേർ. പക്ഷെ മോശമായി അവസാനിപ്പിച്ചു പലരും. എന്നാൽ പുതിയ നിയമത്തിൽ പല മനുഷ്യരും മോശമായി തുടങ്ങിയതാണ്, പ്രാകൃതമായിരുന്നു. പക്ഷെ പിന്നീട് അവർ ക്രമീകൃതമായതിലേക്ക് വന്നു. അതാണ് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള പല ജീവിതങ്ങളുടെ ഈ വ്യത്യാസം എന്ന് പറയുക. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നഗരം വിടുവോളം വിശ്വസ്തനായിരിക്കാം. ഈ നഗരം നമുക്ക് ഉപേക്ഷിക്കണ്ടേ? യെരൂശലേമിന്റെ, സ്വർഗീയ യെരൂശലേമിലേക്ക് ഒരു യാത്ര വരുന്നില്ലേ? നഗരം വിടുവോളം വിശ്വസ്തനായിരിക്കുമോ? പത്രോസ് എത്ര ഭംഗിയായിട്ട് കൊണ്ടുപോയി. പക്ഷെ അവസാന നിമിഷങ്ങളിലുള്ള ഈ പാളൽ, എന്നെ കേൾക്കുന്നവർ, ഈ രാത്രി നിങ്ങളിരിക്കുമ്പോൾ ആ തിബിരിയാസിന്റെ തീരത്ത് വിഷാദമുഖമായ ഒരു പടകം, വിവരണമായ 7 മുഖങ്ങളും സംഘത്തലവന്റെ ശോകാർദ്രഭാവവും, സാക്ഷാൽ പത്രോസിന്റെ ശോകാർദ്രഭാവവും കാണുന്നില്ലേ? എന്നിട്ട് ഈ വാക്യം വായിച്ചിട്ട് അതിന് ഉത്തരം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നേ. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. അതിൻ്റെ 2 ഉത്തരങ്ങളാണ് കണ്ടത്. ഒരു ചോദ്യം കൂടെ എനിക്കിതിനകത്തുണ്ട്. എന്നിട്ടും എന്തിന് ഈ ജീവിത പടകിൽ തുടരണം? ഈ വചനവുമായി ബന്ധപ്പെട്ട് ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ 2 ഉത്തരങ്ങൾ നാം ധ്യാനിക്കുകയുണ്ടായി. കടപ്പാടുകളെ മറക്കുന്നു എന്നും ആ കർമ്മങ്ങൾ ഫലശൂന്യമാണെന്നും ക്രമീകൃതമായത് പ്രാകൃതമായതിലേക്ക് മാറുമ്പോൾ കർമ്മങ്ങൾ ഫലശൂന്യമെന്നും. എന്നിട്ടും ഒരു രാത്രി മുഴുവൻ ആ പടകിൽ അവർ അധ്വാനിച്ചിട്ടും എന്തുകൊണ്ട് ഈ പടകിൽ തുടരണം? അതൊരു ചോദ്യമാണ്. അത് എന്നോടും സുഹൃത്തെ താങ്കളോടുമുള്ള ചോദ്യമാണ്. ജീവിതത്തിൽ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 7-8 വർഷമായി ബിസിനസ്സിൽ അഭിവൃദ്ധി കിട്ടാത്തവരുണ്ടാവാം. കഴിഞ്ഞ 14 വർഷമായി അല്ലെങ്കിൽ 12 വർഷമായി കുടുംബജീവിതത്തിൽ വല ശൂന്യമായി കിടക്കുന്ന ജീവിതങ്ങളുണ്ടാകാം. ശൂന്യതയുടെ കയ്പും കാസായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാറാത്തവരുണ്ടാകാം. എന്നിട്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവണം. എന്നിട്ടും എന്തിന് ഈ ജീവിതത്തിൻ്റെ പടകിൽ തുടരണം? അവസാനിപ്പിച്ചുകൂടെ എന്ന് ഇയ്യോബിൻ്റെ ഭാര്യ ചോദിച്ചതുപോലെ സാഹചര്യം നമ്മളോടും ചോദിക്കും. ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിലെന്ന് വിചാരിക്കുന്ന ജന്മങ്ങളും ജീവിതങ്ങളും ഉണ്ട്. അതിനും എനിക്ക് 2 ഉത്തരം ദൈവത്തിൻ്റെ വചനം തരുന്നുണ്ട്. നമുക്കൊന്ന് ധ്യാനിക്കാം. എന്നിട്ടും ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. എന്നിട്ടും എന്തിന് ഈ ജീവിതത്തിൻ്റെ പടകിൽ തുടരണം? അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം, ബിയോണ്ട് ദ ഡാർക്ക്നെസ് there is the glow of dawn. ഇരുളാർന്ന രാത്രിക്കപ്പുറം പുലരിയുടെ ശോഭയുണ്ട്. Beyond the dark night there is the glow of dawn. ഇരുളാർന്ന രാത്രിക്കപ്പുറം ഒരു പുലരിയുടെ ശോഭയുണ്ട്. കാരണം ആ വാക്യം എങ്ങനെയാണ് പറയുന്നത്? ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. അതാണ് പ്രതീക്ഷ. ഒന്നും പിടിക്കാത്ത ശൂന്യമായി കിടക്കുന്ന വല കുടുംബത്തിൽ, ഈ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ബിസിനസ്സിലൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ സ്നേഹിത, ഈ രാത്രി അവസാനിക്കില്ലേ? ഈ രാത്രിക്കൊരു അവസാനമില്ലേ? ഈ രാത്രിക്ക് അവസാനം പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഒരു രാത്രിയുടെ നിരാശയുടെ ശീതക്കാറ്റിന് മീതെ കരയിൽ കാത്തു നിൽക്കുന്നൊരു നാഥൻ, ഒഴിവാക്കാനാകാത്ത ശൂലങ്ങൾ, പാനപാത്രങ്ങൾ, മരുഭൂമികളൊക്കെ ജീവിതത്തിൽ വരുമ്പോഴും ഇതിനപ്പുറം എവിടെയോ കാത്തു നിൽക്കുന്നൊരു നാഥൻ. എന്ന് മാത്രമല്ല, ആ രാത്രി മുഴുവൻ ഒന്നും കിട്ടാതിരിക്കുമ്പോഴും, ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും പുലരിയിൽ ഒരു സ്നേഹസമൃദ്ധമായ സംബോധനയുണ്ട്. കുഞ്ഞുങ്ങളെ, ഓ എന്താണിത്? ഓ മൈ ചിൽഡ്രൻ,
കുഞ്ഞുങ്ങളെ. വാത്സല്യത്തോടെ ഇങ്ങനെ വിളിച്ച വേറെ ആരുണ്ട്? അങ്ങനെ ഒരു വിളി അവർ കേട്ടിട്ട് എത്ര നാളായിരിക്കുന്നു. നമ്മളൊക്കെ വല്ല അവാർഡ് നേടി വരുമ്പം കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ ആളുണ്ടാവും. ശൂന്യമായി വലയുമായി നിൽക്കുമ്പോൾ എൻ്റെ മക്കളെ. ഒരു രാത്രിക്കപ്പുറം ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലം അതുണ്ടതോർക്കണം. കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഈ വചനം പറയുക. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. മാറായിലെ വെള്ളം കുടിപ്പാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. പക്ഷെ അവിടെ കയ്പുള്ള വെള്ളത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ ഒരു മധുരമുള്ള മരക്കൊമ്പ് കയ്യെത്തും ദൂരത്ത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കയ്യെത്തും ദൂരത്ത്. ആ മരക്കൊമ്പ് തേടി അലയേണ്ടി വന്നില്ല, മരുഭൂമി താണ്ടേണ്ടി വന്നില്ല. എവിടെയാണോ കയ്പിന്റെ മാറ, അതിൻ്റെ ചാരത്തെവിടെയോ ഒരു മധുരമുള്ള മരക്കൊമ്പ്. ആ മരക്കൊമ്പ് കുരിശാണെന്ന് പിതാക്കന്മാർ പറയും. ജീവിതത്തിൻ്റെ സാഗരങ്ങളിൽ മേൽ, ജീവിതത്തിൻ്റെ സങ്കടങ്ക സാഗരങ്ങളുടെ മേൽ ഒരു പാലമായി തീരുന്നൊരു മധുരമുള്ള മരക്കൊമ്പാണ് കുരിശ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി 4:11 യേശു കർത്താവ് 40 ദിവസം പ്രലോഭനങ്ങളെ സഹിക്കുന്ന ആ സന്ദർഭമില്ലേ, അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, പിശാച് അവനെ വിട്ടുപോയി. എന്നാൽ അപ്പോൾ ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പിശാച് വിട്ടുപോയി കഴിയുമ്പോഴാകും ചിലപ്പോൾ ദൂതന്മാർ വരിക. ജീവിതത്തിൻ്റെ രാവന്ന പിശാച് വിട്ടുപോകുമ്പോൾ ദൂതന്മാർ വന്നേക്കാം. വിശുദ്ധ ലൂക്കോസ് 22:43 അത് തന്നെയാണ്. പെസഹ രാത്രിയിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി നാം വായിക്കുക. പിന്നെ അവൻ പ്രാണവേദനയിലായി. ദൂതന്മാർ അടുത്തു വന്നു. ഓരോ പ്രാണവേദനയും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതിനുശേഷം അവിടെയും ഒരു ദൂതന്മാരുടെ കരുതലുണ്ട്. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൂതന്മാരുണ്ടാകും, പക്ഷെ പ്രാണവേദന ഉറപ്പാണ്. രാത്രി ഉണ്ടാകും, പക്ഷെ ഒരു പുലരി വരുന്നുണ്ടെന്നത് മറക്കരുത് സഹോദരങ്ങളെ. പുലരിയിൽ കുഞ്ഞുങ്ങളെ എന്നുള്ളൊരു ശബ്ദം കേൾക്കാനിരിക്കുന്നു. അതുകൊണ്ട് ചിലതൊക്കെ വൈകിപ്പോയി എൻ്റെ ജീവിതത്തിൻ്റെ രാത്രിയായി എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട 75-ാം സങ്കീർത്തനം 2-ാം വാക്യമുണ്ട്. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഗോഡ് ഈസ് നെവർ ടു ലേറ്റ് നോർ ടു early, ഹി ഈസ് ഓൾവേസ് ഓൺ ടൈം. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. ഹിസ് പവർ ഓവർ ടൈം. നമ്മുടെ ജീവിതത്തിൻ്റെ സമയം തെറ്റിയ കാലത്തോട്, സമയം തെറ്റിയ ജീവിതത്തോട് സ്വർഗത്തിലെ അപ്പൻ വിളിച്ചു പറയുന്നുണ്ട്, കുഞ്ഞേ, നിന്റെ രാത്രിക്ക് ശേഷം ഒരു പുലരി വരുന്നുണ്ട്. ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ് ദർ ഈസ് ദ ഗ്ലോ ഓഫ് ഡോൺ. ഇരുളാർന്ന രാത്രിക്കപ്പുറം പുലരിയുടെ ഒരു ശോഭയുണ്ട്. യേശു ക്രിസ്തു ആര് എന്ന് ചോദിക്കുക. വിജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ മനുഷ്യരുണ്ട്, പക്ഷേ പരാജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ ആരും കാണില്ല. ക്രിക്കറ്റിൽ സെഞ്ചുറി അടിക്കുന്ന മനുഷ്യന്റെ പുറകെ ഓടാൻ ആളുണ്ടാവും, ആരാധകർ. പക്ഷേ ഡക്കൗട്ട് ആകുന്നവനെ, 0-ന് വിക്കറ്റ് പോകുന്നവനെ കാത്തു നിൽക്കാൻ ഗ്യാലറിയിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും കാണില്ല. വലകൾ നിറഞ്ഞാൽ അനേകരെത്തും, പക്ഷെ വലകൾ ശൂന്യമായാൽ ആരെത്തും? കടന്നു വരാൻ അവിടുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരു കാര്യമില്ലേ, തവിട് പോലും കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ചൊരു കാളക്കുട്ടി, തടിച്ച കാളക്കുട്ടി എന്നല്ല, തടിപ്പിച്ചൊരു കാളക്കുട്ടി അപ്പൻ്റെ വീട്ടിലുണ്ടെന്നുള്ളതാണ്. അതാണ് സുബോധം. അകലങ്ങളിലെ അപ്പൻ എനിക്ക് മതിയായവൻ എന്നുള്ള തിരിച്ചറിവ് ഇടനെഞ്ചിൻ്റെ ഉള്ളിലെവിടെയോ സ്പന്ദിക്കുന്നതിൻ്റെ പേരാണ് സുബോധം. അതുകൊണ്ടാണ് സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റു. അതുകൊണ്ട് ഇരുളാർന്ന രാവുകൾക്കും അപ്പുറം പുലരിതൻ ശോഭയുണ്ടത് ഓർക്കണമെന്ന് പാടാം പാട്ടുകാരനെ പോലെ. എന്തിനീ ജീവിത പടകിൽ തുടരണം? പലരും ചോദിക്കുന്നു, പറയുന്നു, ഈ ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ. എനിക്ക് പാട്ട് പാടുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ വീണ തകർന്നുപോയി, എൻ്റെ മുരളി തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന് പറയുന്ന ഒരു കവി കേരളത്തിനുണ്ട്. പ്രണയത്തെക്കുറിച്ച് മാത്രം കവിത എഴുതിയ. പല ജീവിതങ്ങളും അങ്ങനെ തന്നെയാണ്. എനിക്ക് ജീവിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ വലശൂന്യമാണ്. എന്തിനീ ജീവിത പടകിൽ തുടരണം? ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉത്തരം തരുള്ളൂ. നിന്റെ രാത്രിക്ക് മീതെ, വിഷാദത്തിൻ്റെ ശീതക്കാറ്റിന് മീതെ ഒരു പുലരിയുടെ പ്രകാശമുണ്ട്. എന്തിനീ ജീവിത പടകിൽ തുടരണം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഉത്തരം, the enfolding presence of God unknown to us. The enfolding presence of God unknown to us. നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മെ പൊതിയുന്നുണ്ട്. നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മെ പൊതിയുന്നുണ്ട്. ആ വാക്യം ഒന്നുകൂടെ കേൾക്കുമോ?
ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആണെന്ന് അവർ അറിഞ്ഞില്ല താനും. അതാണ് ദ എൻഫോൾഡിംഗ് പ്രസൻസ് ഓഫ് ഗോഡ് അൺനോൺ ടു അസ്. യേശു ആണെന്ന് അവർ അറിഞ്ഞില്ല താനും. എന്ത് പറ്റി? കഴിഞ്ഞ 2-3 വർഷമായിട്ട് മലഞ്ചരിവിൽ ഒരുമിച്ച് ഒരു പായയിൽ ഉറങ്ങിയവരല്ലേ? പഴകിത്തുടങ്ങിയ വള്ളപ്പലകയിൽ ഒരേപോലെ കിടന്ന് ഒരു രാത്രി കഴിച്ചവരല്ലേ? ആ നിലാവത്ത് ഒരുമിച്ച് ധ്യാനിച്ചവരല്ലേ? തിബിരിയാസിന്റെ പുൽപ്പറങ്ങളിൽ അപ്പക്കഷണങ്ങൾ ഒരുമിച്ച് പങ്കുവച്ചവരല്ലേ? മർക്കോസിന്റെ മാളികയിലെ അത്താഴമേശയിൽ ചോര പൊടിയണമെന്ന് കണ്ടതല്ലേ? എന്നിട്ടും അവർക്ക് യേശു ആണെന്ന് അറിഞ്ഞില്ല താനും. അതാണ് എത്രമാത്രം നമ്മൾ ആധ്യാത്മികതയിലോ ആത്മീക ഭാവങ്ങളിലോ ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും നാം അറിയാത്തൊരു ദൈവസാന്നിധ്യം നമ്മുടെ ജീവിത പടകിലുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? സാക്ഷാൽ പത്രോസ് പോലും അറിയാത്തൊരു ഭാവം. എന്തിന് ജീവിത പടകിൽ തുടരണം? അതിൻ്റെ ഉത്തരം ഇതാണ്: ഇന്ന് നീ ദൈവത്തെ മുഖാമുഖം കാണുന്നില്ല, ഇന്നിൻ്റെ ജീവിതത്തിൽ ചില നടത്തിപ്പുകളില്ല എന്ന് പരിതപിക്കുമ്പോൾ പോലും ഞാനറിയാത്തൊരു ദൈവസാന്നിധ്യം. അത് ഈ വിശുദ്ധ യോഹന്നാൻ 20:14 ഉണ്ട്. മഗ്ദലക്കാരി മറിയാം ആ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ ആ മൂടൽമഞ്ഞിന്റെ ഒരു ആവരണത്തിനിപ്പുറം നിൽക്കുമ്പോൾ കല്ലറയിലേക്ക് അവൾ കുനിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അവിടെയും എഴുതി വച്ചിരിക്കുന്നു, യേശുവാണെന്ന് അറിഞ്ഞില്ല താനും. നാം അറിയാത്ത ഒരു ദൈവസാന്നിധ്യം. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ബുദ്ധി കൊണ്ട് അളക്കുന്നവരാ. എന്നാൽ ബുദ്ധിക്ക് അതീതമായ നയമാൻ ബുദ്ധിയുടെ പ്രമാണത്തിൽ വിടുതലിന് ശ്രമിച്ചയാളാണ്. നിക്കോദിമോസ് ബുദ്ധിയുടെ പ്രമാണത്തിൽ ചില അഭ്യാസങ്ങൾ കൊണ്ട് ഉടയവനെ കരവലയത്തിന് ഒതുക്കാൻ ശ്രമിച്ചയാളാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നയമാന്റെ ബുദ്ധി കടലെടുത്തു പോയില്ലേ? നിക്കോദിമോസിന്റെ ബുദ്ധി പണയം വയ്ക്കപ്പെട്ടില്ലേ? നമ്മുടെ ബുദ്ധിക്കപ്പുറം, നമ്മുടെ യുക്തിക്കപ്പുറം, ദ എൻഫോൾഡിംഗ് പ്രസൻസ് ഓഫ് ഗോഡ് അൺനോൺ ടു അസ്, നാം അറിയാത്തൊരു ദൈവസാന്നിധ്യം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത നമ്മുടെ ജീവിതത്തിൻ്റെ മീതെ ഒരു നിലാവ് പോലെ തഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിക്കതീതമാമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-3 വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ഞാൻ തിരിച്ചറിവില്ലാതെ പറഞ്ഞുപോയി, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട്, ഞാൻ എൻ്റെ നാവ് കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കൈകൊണ്ട് വായ പൊത്തുന്നു, ഞാനിനി മിണ്ടുകയില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നാം നിലനിൽക്കുന്നത് ഇത്തരമൊരു ബോണസിലാണ്, ഇത്തരമൊരു അൺനോൺ ഗ്രേസിലാണ്. 3 പദങ്ങൾ ധ്യാനിക്കണമെന്ന്. ഒന്ന്, അനന്യത. നമ്മെപ്പോലെ ഒരാൾ വേറെ ഉണ്ടോ? 800 കോടി മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ വിരൽ മുദ്ര പോലെ, നമ്മുടെ ഗന്ധം പോലെ മറ്റൊരാൾക്കില്ലല്ലോ. ഈ അനന്യത, 3 പദങ്ങൾ ധ്യാനിക്കണം. 1, ഈ അനന്യതയാണ്. 2, ഈ അമൂല്യതയാണ്. ഈ അമൂല്യത നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ അമൂല്യത. 3, ഒരൗദാര്യമല്ല ജീവിതം. ഒരു 8 രൂപ 40 പൈസയുടെ എലമെൻസ് മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം മാത്രമേ ഉള്ളൂ ജീവിതം. ഒരു 2 ഇഞ്ചിൻ്റെ ആണി അടിക്കാനുള്ള ഇരുമ്പാണ് ഈ ശരീരം. ഇത്രമാത്രം ഒരു മൺകൂടാകുന്ന നമ്മെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന അമൂല്യത, ഔദാര്യം, അനന്യത. പ്രിയപ്പെട്ടൊരു മിടുക്കന്മാരൊത്തിരി ഉണ്ട് കേരളത്തിൽ. മലയാളിയുടെ ടെലിവിഷൻ കാഴ്ചകളിൽ അറിവിൻ്റെ ചക്രവാളങ്ങളിലേക്ക് അവനെ കയറ്റി എടുത്ത GS പ്രദീപ് എന്ന് പറയുന്ന അശ്വമേധം എന്ന പ്രോഗ്രാമൊക്കെ പണ്ട് കൈരളി ചാനലിൽ നടത്തിയിരുന്ന GS പ്രദീപ്, അദ്ദേഹം വളരെ മിടുക്കനും ബുദ്ധിമാനുമാണ്. അദ്ദേഹം പണ്ട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ കടപ്പെട്ടിരിക്കുന്നൊരു ദൈവത്തോടല്ല. വളരെ ശ്രദ്ധയോടെ ആളുകൾ അത് വീക്ഷിച്ചു. ഞാൻ കടപ്പെട്ടിരിക്കുന്നൊരു ദൈവത്തോടല്ല, എൻ്റെ നേട്ടങ്ങൾക്ക് മുമ്പിൽ മറ്റാരുമില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് 5 ഭാഷകളിൽ ഈ പ്രോഗ്രാം ചെയ്ത GS പ്രദീപ്, അദ്ദേഹം പിന്നീട് ഇതിൽ നിന്നൊക്കെ അപ്രത്യക്ഷനായി ഒരു തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് പോയൊരു കാലമുണ്ട്. അദ്ദേഹം പിന്നീട് കുറേ നാൾ മലയാളി കണ്ടിട്ടേ ഇല്ല. 98-ലും 2000-ലും ഒക്കെ കണ്ടതിന് ശേഷം ഒരു ദശാബ്ദത്തോളം കാണാതെ പിന്നീട് അദ്ദേഹത്തെ മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൊക്കെ ആളുകൾ കണ്ടു. എന്നാൽ ഒരു ദശാബ്ദത്തിനോ 10-14 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മറ്റൊരു ഇൻ്റർവ്യൂവിൽ, ഒരു 2ാമത്തെ തിരിച്ചുവരവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ കണ്ടവർ
കണ്ടാൽ അറിയാത്തൊരു കാലം എനിക്കുണ്ടായി. അദ്ദേഹം പറയുന്നു, എൻ്റെ തോൽവിയുടെ 2 കാരണങ്ങൾ. ഞാൻ കടപ്പെട്ടിരിക്കുന്ന ദൈവത്തോടല്ല എന്നൊരു 13 വർഷം മുമ്പ് പറഞ്ഞ മനുഷ്യൻ പറയാണ്, എൻ്റെ തോൽവിയുടെ 2 കാരണങ്ങൾ. ഒന്ന്, എൻ്റെ നേട്ടത്തിന് പിൻപിൽ ഈശ്വരനാണെന്ന്, ദൈവമാണെന്ന് ഞാൻ മറന്നുപോയി. 2, 24 മണിക്കൂറുമുള്ള എൻ്റെ മദ്യപാനം. സഹോദരങ്ങളെ, നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തെ ഏറ്റുപറയും. ഇന്ന് രാത്രി തിരുവചനം ധ്യാനിക്കുക നാം. ആ രാത്രിയിൽ ഒന്നും പിടിച്ചല്ല ശൂന്യമായ വലയുമായി താങ്കൾ ഇരിക്കുന്ന ജീവിതത്തിൻ്റെ പടകിൽ എന്തുകൊണ്ട് വല ശൂന്യമായെന്നൊരു അന്വേഷണം നടത്തുമ്പോൾ 2 ഉത്തരം നമുക്ക് കിട്ടുമ്പോൾ, എന്തുകൊണ്ട് ജീവിത പടകിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ ആത്മഹത്യ ചെയ്യാതെ തുടരണമെന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരങ്ങൾ നാം കണ്ടെത്തുമ്പോൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുമോ? സഹോദരങ്ങളെ, ഈ രാത്രിയുടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ രാത്രി നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. എന്തുകൊണ്ട്? ഉത്തരം, കടപ്പാടുകളെ മറന്ന കർമ്മങ്ങൾ ഫലശൂന്യം. 2, ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്കുള്ള മടക്കം ഫലശൂന്യം. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. എന്തുകൊണ്ട് ജീവിത പടകിൽ തുടരണം? ഈ പുലരി ആ പടക് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരവും 2. 1, പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുളാർന്ന രാത്രിക്കപ്പുറം ഒരു പുലരിയുടെ ശോഭ എനിക്കും താങ്കൾക്കുമുണ്ട്. ഇന്നിൻ്റെ സങ്കടക്കൾക്കും മീതെ ദൈവം കൃപയുടെ മഴവില്ലൊരുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജീവിത പടകിൽ തുടരണം? 2ാമത്തെ ഉത്തരം, നാം അറിയാത്തൊരു ദൈവ പദ്ധതി. ദ എൻഫോൾഡിംഗ് പ്രസൻസ് ഓഫ് ഗോഡ് അൺനോൺ ടു അസ്. യേശുവാണെന്ന് അറിഞ്ഞില്ല താനും. സഹോദരങ്ങളെ, താങ്കളുടെ വേദപുസ്തകം തുറന്ന് ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ ഭാഗം ഒന്നുകൂടെ വായിക്കുമോ? ആ വായനയിൽ നിന്ന് നമ്മോട് സർവശക്തൻ ഈ നിമിഷങ്ങളിൽ പറയുന്ന ചിന്ത എൻ്റെയും താങ്കളുടെ ജീവിതത്തോടാണെന്ന് ബോധ്യപ്പെടുമോ? ശൂന്യമായ വലയെ നോക്കി കരയാതിരിക്കുമോ? ആ വല ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയും.